നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിനുള്ള ബ്രസീൽ സ്ക്വാഡിൻ്റെ പ്രഖ്യാപനം നേരത്തെ നടത്തി. അതിൽ നെയ്മറും വിനി ജൂനിയറും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ കുറേ ആളുകൾ പ്രചരിപ്പിച്ചത് നെയ്മർക്കല്ല 10-ാം നമ്പർ, അത് വിനിക്ക് കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ചില സുഹൃത്തുക്കൾ എന്തുകൊണ്ടോ ഒരു കാര്യമില്ലാത്ത ആശങ്കയോടെ നമ്മുടെ കമൻറ്റ് ബോക്സിലടക്കം കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു. റാഫിക, നെയ്മർക്കല്ല 10-ാം നമ്പർ ജേഴ്സി എന്ന് കേൾക്കുന്നു, ആഞ്ചലോട്ടി വീണ്ടും എന്താണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യത്തിൽ ബ്രസീൽ ടീം അവരുടെ ജേഴ്സി നമ്പറൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. നെയ്മർക്ക് 10-ാം നമ്പർ കൊടുക്കരുത് എന്നൊരു വാശിയും ആഞ്ചലോട്ടിക്ക് ഉള്ളതായിട്ട് എവിടെയും റിപ്പോർട്ടുകളുമില്ല. പിന്നെ എവിടെ നിന്ന് ഇത് ഉരുത്തിരിഞ്ഞു വന്നു എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം നമ്മൾ പരതുമ്പോൾ അതിൻ്റെ ഉത്തരം വരുന്നത് കാസിമിറോ മിഗ്വൽ. അദ്ദേഹം ബ്രസീലിലെ പ്രശസ്തനായിട്ടുള്ള ഫുട്ബോൾ ഇൻഫ്ലുവൻസറാണ്. അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെയൊക്കെയാണ് അവിടെ പലപ്പോഴും ലലീഗയുടെ ഒക്കെ സംപ്രേഷണമൊക്കെ വരാൻ പോകുന്നത്. അങ്ങനെ പല മത്സരങ്ങളും അവിടെ അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെയൊക്കെ കാണിക്കാറുണ്ട്, സാൻഡോസിൻ്റെ കളികൾ കാണിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾ വിനിയുമായിട്ട് ഒരു ഇൻ്റർവ്യൂ ചോദിക്കുകയാണ്, 10-ാം നമ്പർ ജേഴ്സി നെയ്മറിലേക്ക് തന്നെ പോവോ, അതല്ല നിങ്ങൾ തന്നെ 10-ാം നമ്പർ അണിയോ, അതോ 7-ാം നമ്പറോ? അതായത് നെയ്മർ ഇല്ലാത്തൊരു ഘട്ടത്തിൽ വിനിക്കും 10-ാം നമ്പർ കിട്ടിയിരുന്നു. റോഡ്രിഗോ 10-ാം നമ്പർ അണിഞ്ഞിരുന്നല്ലോ, പിന്നെ വിനി 10-ാം നമ്പർ അണിഞ്ഞിരുന്നു. അപ്പോൾ അതാ ചോദ്യം, നിങ്ങൾ ഈ നമ്പർ 7 ആവുമോ, അതോ നെയ്മർക്ക് തന്നെ 10-ാം നമ്പർ പോകുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, എൻ്റെ നമ്പർ എന്താവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, നമ്പർ 10 ഫോർ നെയ്മർ ആൻഡ് ദാറ്റ്സ് ക്ലിയർ. 10-ാം നമ്പർ നെയ്മർ ജൂനിയർക്കുള്ളതാണ്, അത് വ്യക്തമാണ്. അപ്പോൾ അദ്ദേഹം ഒന്ന് വളരെ എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞാണ്, എൻ്റെ നമ്പർ എന്താണെന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷേ നെയ്മറുടെ എനിക്ക് ഉറപ്പുണ്ട്. അതായത് എനിക്ക് 7 കിട്ടിയില്ലേ, അതെന്തോ ആട്ടെ, നെയ്മർക്ക് 10 തന്നെ കിട്ടിയിരിക്കും എന്ന് വിനി പറയുമ്പോൾ ഇനി എന്തിനാശങ്ക. ഏതായാലും ബ്രസീൽ ടീമിൻ്റെ പ്രാക്ടീസിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്ക്വാഡ് അസംബ്ലിങ് ഈ മാസം നടക്കാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ 27-ാം തീയതി, ഈ മാസം എന്നല്ല, നാളെ നടക്കാൻ പോവുകയാണ്. നാളെ രാവിലെ ബ്രസീൽ ടീമിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ താരങ്ങളെയും കൊണ്ടുപോകാൻ വേണ്ടി വ്യത്യസ്ത ഇടങ്ങളിലേക്ക് CBF ഹെലികോപ്റ്ററൊക്കെ അവിടെ നിന്ന് നേരെ ടെർസാപോളിസിലെ ഗ്രഞ്ച കമാഴിയിലേക്ക് ഈ താരങ്ങളെ ലാൻഡ് ചെയ്യിക്കും എന്നാണ് അറിയുന്നത്. അത് കഴിഞ്ഞിട്ട് മറ്റു മെഡിക്കലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ഷെഡ്യൂളാണ് ബ്രസീൽ വേൾഡ് കപ്പിനുള്ള പ്രിപ്പറേഷൻ ഔദ്യോഗികമായിട്ട് ആരംഭിക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.